ഇടുക്കിയുടെ മലയോരത്ത് ഡിജിറ്റൽ മുന്നേറ്റം എന്ന പേരിൽ ആരംഭിച്ച സർവേ നടപടികൾ ഇന്ന് ബൈസൺ വാലി വില്ലേജിലെ ഭൂ ഉടമകളെ കടുത്ത അനിശ്ചിതത്വത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണെന്ന് കർഷക കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു. സർവേ പൂർത്തിയായിട്ടും കരം അടയ്ക്കാതെയും നിർണായകമായ സർട്ടിഫിക്കറ്റുകൾ ലഭിക്കാതെയും ഭൂമി ഇടപാടുകൾ പൂർണ്ണമായും നിലച്ചിരിക്കുകയാണെന്നും കർഷക കോൺഗ്രസ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബൈസൺ വാലി വില്ലേജിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ട് 2 മാസം പിന്നിട്ടിട്ടും സർവേയുമായി ബന്ധപ്പെട്ട അടിസ്ഥാന സേവനങ്ങൾ സാധാരണ നിലയിലാക്കാത്തത് ഭൂ ഉടമകളെയും കർഷകരെയും ഗുരുതര പ്രതിസന്ധിയിലാഴ്ത്തിയിരിക്കുകയാണ്. ഡിജിറ്റൽ സർവേ പ്രകാരം കരം അടയ്ക്കുന്നതിനും കൈവശ സർട്ടിഫിക്കറ്റ്, നോൺ അറ്റാച്ച്മെന്റ് സർട്ടിഫിക്കറ്റ് തുടങ്ങിയ രേഖകൾ ലഭിക്കുന്നതിനും ഇപ്പോഴും സൗകര്യം ലഭ്യമല്ലെന്നാണ് പ്രദേശവാസികളുടെ പരാതി. ദേവോളം താലൂക്കിലെ ബൈസൺ വാലി വില്ലേജിൽ ഡിജിറ്റൽ സർവേ പൂർത്തിയായിട്ട് അത് റിലീസായിട്ട് 2 മാസം കഴിഞ്ഞു. 2 മാസം കഴിഞ്ഞെങ്കിലും വില്ലേജ് ഓഫീസറുടെ നിസ്സഹകരണം മൂലം അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറുടെ പോരായ്മ മൂലം അദ്ദേഹം പറഞ്ഞു ഡിജിറ്റൽ സർവേ പൂർത്തിയായെങ്കിലും ഇതിൻ്റെ അപ്രൂവ്ഡായ കാര്യങ്ങളിലെല്ലാം പിഴവുണ്ട്, അതുകൊണ്ട് ഞാനിത് ചെയ്യില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സർവറുടെ ഓർഡർ പ്രകാരം, ജില്ലാ സർവറുടെ ഓർഡർ പ്രകാരം സബ് രജിസ്ട്രാർ ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലേക്ക് ഡിജിറ്റൽ സർവേ പ്രകാരം കരമടച്ചുകൊണ്ട് ചെന്നാൽ മാത്രമേ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യൂ. ഏതാണ്ട് 2 മാസക്കാലമായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസുകൾ ബൈസൺ വാലി വില്ലേജിന്റെ യാതൊരുവിധ ആധാരങ്ങളും നടക്കുന്നില്ല. ഡിജിറ്റൽ സർവേയുടെ അടിസ്ഥാനത്തിൽ കരം തിരുത്തൽ പൂർത്തിയാകാതെ സബ് രജിസ്ട്രാർ ഓഫീസിൽ ആധാരങ്ങൾ രജിസ്റ്റർ ചെയ്യാനാകില്ലെന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇതുമൂലം ഭൂമി വിൽപ്പന, ലോൺ എടുക്കൽ, നിലവിലുള്ള ലോൺ പുതുക്കൽ തുടങ്ങിയ കാര്യങ്ങൾ എല്ലാം തടസ്സപ്പെട്ടു. ബാങ്ക് ഇടപാടുകൾക്കായി ആവശ്യമായ രേഖകൾ ലഭ്യമാകാത്തതിനാൽ നിരവധി പേർക്ക് സാമ്പത്തിക ഇടപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കുന്നില്ല. പ്രശ്നം രൂക്ഷമായ സാഹചര്യത്തിലാണ് രാജാക്കാട്ടിൽ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ കർഷക കോൺഗ്രസ് നേതാക്കൾ ശക്തമായ പ്രതികരണം രേഖപ്പെടുത്തിയത്. 1.5 മാസക്കാലമായിട്ട് സബ് രജിസ്ട്രാർ ഓഫീസിൽ ബൈസൺ വാലി വില്ലേജിന്റെ ആധാരങ്ങൾ നടക്കുന്നില്ല. സ്ഥലം വിറ്റിട്ട് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റും രോഗ ചികിത്സകൾക്കും വേണ്ടി നിൽക്കുന്ന നിരവധിയായ പൊതുജനങ്ങൾ ഈ സ്ഥലം രജിസ്റ്റർ ചെയ്യാൻ കഴിയാതെ 1.5 മാസമായിട്ട് ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ എത്രയും വേഗം ബന്ധപ്പെട്ട അധികാരികളും റവന്യൂ വകുപ്പും സബ് കളക്ടർ ഉൾപ്പെടെ അല്ലെങ്കിൽ കളക്ടർ ഉൾപ്പെടെ ഇത് പരിഗണിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. ഇല്ലാത്ത പക്ഷം കർഷക കോൺഗ്രസും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും വലിയ പ്രക്ഷോഭത്തിലേക്ക് നടന്നുകൊണ്ട് വില്ലേജ് ഓഫീസറെ വിരോധിക്കുന്ന അടക്കമുള്ള പരിപാടികളിലേക്ക് ഞങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. തുടർച്ചയായി 2 മാസം സേവനങ്ങൾ നിലച്ചിരിക്കുന്ന സാഹചര്യത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടാണ് കർഷക കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നത്. ഇല്ലായെങ്കിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങുമെന്നും കർഷക കോൺഗ്രസ് നേതാക്കളായ മണ്ഡലം പ്രസിഡന്റ് ബിനോയ് ചെറുപുഷ്പം, ബ്ലോക്ക് സെക്രട്ടറി സന്തോഷ് ഭാസ്കർ, മണ്ഡലം വൈസ് പ്രസിഡന്റ് KM മുരളീധരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്.